Hi everyone, now let's move to the last part of the fourth module, that is swaps and other regulations of derivative markets. ആൻഡ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു വട്ടം കൂടെ സമ്മപ്പ് ചെയ്യാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് വാട്ട് ആർ ഡെറിവേറ്റീവ്സ് എന്നാണ്. ആൻഡ് ഡെറിവേറ്റീവ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. കമോഡിറ്റി ഡെറിവേറ്റീവ്സ് can be classified into two: exchange traded and then over the counter. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നാലെണ്ണം ഉണ്ട്: ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ആൻഡ് നൗ വി ആർ ഇൻ ടു ദ ഫോർത്ത് വൺ. ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച്. അതായത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധനമാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട്സ് ആണ്. ഫോർവേഡ് പോലെ തന്നെ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട് ആണ് സ്വാപ്സ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുറത്ത് ചെറുതായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യമാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. മെയിൻലി ടു ടൈപ്സ് ഓഫ് സ്വാപ്സ് ആണ്: ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആൻഡ് കറൻസി സ്വാപ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ചിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കൺട്രീസിലെ കറൻസി തമ്മിൽ, ഇപ്പൊ US ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള കാര്യമാണ് എന്ത് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. സ്വാപ്സ് ആർ one of the classification of financial derivatives. These are basically contract between two parties for financial exchange. ആൻഡ് അത് ഓവർ ദ കൗണ്ടർ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല, യൂഷ്വലി ഓവർ ദ കൗണ്ടറിലാണ് നടത്താറുള്ളത്. ആൻഡ് ബേസിക്കലി ടു ടൈപ്സ് ഉണ്ട്: ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സും കറൻസി സ്വാപ്സും. ഒരുപാട് ടൈപ്പ് സ്വാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇത് രണ്ടും മാത്രമാണ് ഫോർ ദ ടൈം ബീയിങ്. വേറെ ഒരു ടേമും കൂടെ ഉണ്ട്: സ്വാപ്ഷൻ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സ്വാപ്സ് ആൻഡ് ഓപ്ഷൻ. It is an option contract that grants its holder the right but not the obligation. അതായത് ഓപ്ഷന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണ്? അവിടെ റൈറ്റ് ആണ്, ഒബ്ലിഗേഷൻ ഇല്ല. അപ്പൊ സ്വാപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റൈറ്റ് ആണ്, പക്ഷെ ഒബ്ലിഗേഷൻ ഇല്ല. എന്തിന്? സ്വാപ്പ് കോൺട്രാക്റ്റില്. അങ്ങനെ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷനിലെ പോലെ തന്നെ ഒരു പ്രീമിയം സ്വാപ്ഷനിലും അടയ്ക്കണം. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആയതുകൊണ്ടാണ് പറഞ്ഞത്. Now, regarding regulation of derivative trading in India, in detail ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഡോക്ടർ LC ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്നതാണ് ഇന്ത്യയിൽ. സെബി ആണ് ഡോക്ടർ LC ഗുപ്ത കമ്മിറ്റീനെ രൂപീകരിച്ചത്. ഇപ്പൊ നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, നിങ്ങൾക്ക് അറിയോ അറിയില്ല. അത് കൊട്ടക് മഹീന്ദ്ര പറഞ്ഞ ബാങ്ക് ഇല്ലേ, അപ്പൊ കൊട്ടക്കിന്റെ ആളുടെ ഒരു കമ്മിറ്റിയാണ് എന്ത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ്, മഹാനോബിൽത്ര കമ്മിറ്റി ആയിട്ട് വേറെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. ഈ കമ്മിറ്റീസ് ഒക്കെ കൂടെ ജോയിൻ ചെയ്ത് കമ്മിറ്റീസിന്റെ തീരുമാനങ്ങളിലാണ് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ട്രേഡിംഗ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ LC ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് എന്ത് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇന്ത്യയിൽ വന്നത്. ഇത്ര കാര്യം മനസ്സിലാക്കുക. ആൻഡ് സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റിയാണ്. LC ഗുപ്ത എന്ന് പറഞ്ഞ ആളായിരുന്നു ഇതിന്റെ ഹെഡ്. ഇപ്പൊ 4-year UG നിങ്ങൾക്ക് വന്നു. 4-year UG വന്നത് അത് ശ്യാം ബി മേനോൻ കമ്മീഷന്റെ, ശ്യാം ബി മേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഹെഡിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് 4-year UG വന്നത്. അതുപോലെ തന്നെ LC ഗുപ്ത എന്ന് പറഞ്ഞ ഒരാളുടെ ഹെഡിലുള്ള ഒരു കമ്മിറ്റി, അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് വന്നത്. ആൻഡ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് SCRA ആക്ട് ഓഫ് 1956 ആൻഡ് സെബി 1992 വന്ന സെബി. ആൻഡ് ഈ LC ഗുപ്ത കമ്മിറ്റിയാണ് ഇത് കൊണ്ടുവന്നത്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ആൻഡ് സെബി ഗൈഡ് ലൈൻസ്, കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗിന്. 5-6 ഗൈഡ് ലൈൻ പഠിച്ചു വെക്കുക. ഇപ്പം എല്ലാതും സ്ക്രീൻ ബേസ്ഡ് ആണ്, അതുപോലെ തന്നെ ഇതും സ്ക്രീൻ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രൈസും ബോഡിയും ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് സെഗ്മെന്റ് ഇതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇൻഫർമേഷൻ റിഗാർഡിങ് ട്രേഡ്,
ഡി ക്വോട്ട് അങ്ങനെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻവെസ്റ്റർ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. ഇൻവെസ്റ്റർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ആ കംപ്ലൈൻറ്റ്സ് മോണിറ്റർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിച്ചു. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിന്റെ കേസിലും ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് വേണം. ക്ലിയറിംഗ് കോർപ്പറേഷൻ വേണം. ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്തിനാന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയറിംഗ് കോർപ്പറേഷനെ കൊണ്ടുവന്നത്. ഇത്രയും ഇത് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പവും ബേസിക്കും ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് മാത്രമാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഇസ് റിഗാർഡിംഗ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് മെക്കാനിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബേസിക്കലി 3 എക്സ്ചേഞ്ചസ് ആണ് ഡെറിവേറ്റീവ്സ് കൊടുക്കുന്നത്. 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഒന്ന് NSE BSE, പിന്നെ മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചും നാഷണൽ കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചും. ഇതൊക്കെ നമുക്ക് കമോഡിറ്റി ട്രേഡ് ചെയ്യാനാണ്. ഇത് യൂഷ്വലി ഡെറിവേറ്റീവ് ഈ NSE BSE ഒക്കെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാനാണ്. ആൻഡ് NSE SX ആൻഡ് MCX SX ഇത് കറൻസി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബേസിക് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്. അപ്പൊ ഇന്ത്യയിൽ ബേസിക്കലി ഈ 3 സെഗ്മെന്റ്സ് ആണ് വരുന്നത്. ട്രേഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഒരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏകദേശം അതേ പ്രോസസ് ആണ്. ഓർഡർ പ്ലേസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ എക്സാമ്പിൾ കാണിച്ചു തന്നു എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി കൊടുക്കുക, പ്രൈസ് കൊടുക്കുക, ആൻഡ് മാച്ചിങ് ഓർഡേഴ്സ് ഉണ്ടോ എന്ന് അവർ നോക്കും. പിന്നെ മാർജിൻ എമൗണ്ട്, ഓപ്ഷനിലാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം, ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചറിന്റെ മാർജിനും കളക്ട് ചെയ്യും. ആൻഡ് മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി സെറ്റിൽമെന്റ്. ആൻഡ് എക്സ്പയറി ഡേ ഉണ്ടെന്ന് നമ്മൾ കോൺട്രാക്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യും. സോ ദീസ് ആർ ദ ട്രേഡിംഗ് പ്രോസസ് ഇൻ ഡെറിവേറ്റീവ്സ്. സോ ഫാർ ഈ ഒരു പാർട്ടിൽ വി ഹാവ് സീൻ വാട്ട് ആർ സ്വാപ്സ്, റെഗുലേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്, സെബി ഗൈഡ് ലൈൻസും ട്രേഡിംഗ് മെക്കാനിസം. റെഗുലേഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് സെബി ഗൈഡ് ലൈൻസും ട്രേഡിംഗ് മെക്കാനിസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ. സോ ഡെറിവേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മൊഡ്യൂളിൽ എന്താ പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നിട്ടില്ല. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. ആൻഡ് വീണ്ടും പറയാം, മൊഡ്യൂൾ 4 ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഇങ്ങനെ 3 ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, do contact. Thank you.